കുടുംബം എന്ന സംവിധാനം മനുഷ്യന്റെ ഇന്നോളമുള്ള ജീവിതത്തിന്റെ ഇടക്ക് എപ്പോഴെങ്കിലും മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കയറി വന്ന ഒരു ഏർപ്പാടല്ല. ചായ എങ്ങനെ ഉണ്ടായിരുന്നേ ഞാൻ പണ്ടൊരു കുട്ടികളുടെ പുസ്തകത്തിൽ വായിച്ചു. കാട്ടിൽ പാർക്കുന്ന ആളുകള് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ തുടങ്ങിയപ്പോ എപ്പോഴോ ഒരു മരത്തിന്റെ ഇല കാറ്റടിച്ച് വെള്ളത്തിൽ വീണപ്പോ ആ വെള്ളം തിളച്ചപ്പോ ആ വെള്ളത്തിന് വല്ലാത്ത ടേസ്റ്റ് ഉണ്ടായത്രേ. അപ്പൊ ഏതാണ് ആ മരത്തിന്റെ ഇല എന്ന് കണ്ടുപിടിച്ച് ആ ഇല തന്നെ ഇട്ട് അവർ വെള്ളം തിളപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ചായ മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നൊരു കഥ ഞാനതിൽ വായിച്ചു. ശരിയാ തെറ്റോ എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ തേയിലന്റെ ഒരു ഇല നുള്ളിയിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ അതൊരിക്കലും ചായ ആവൂല. ഞാൻ നോക്കിയിട്ടുണ്ട് സംശയം തീർക്കാൻ വേണ്ടി. അത് ഉണക്കിയിട്ടാൽ പോലും ചായ ആവൂല. കരന്തോ ആവട്ടെ. അതുപോലെ മനുഷ്യന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് മനുഷ്യന് തോന്നിയതല്ല കുടുംബമായി ജീവിച്ചാലാണ് ജീവിതം സുഖകരമാവുക. അതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്മാർ ഉണ്ടാക്കിയ ഒരു ഏർപ്പാടല്ല കുടുംബം എന്നത്. ഭൗതികശാസ്ത്രം പറയുന്നത് അലഞ്ഞു നടന്ന മനുഷ്യന്മാർ ഏതോ സ്ഥലത്ത് അവർ ഒരുമിച്ച് കൂടി ജീവിച്ചപ്പോൾ, പരസ്പരം കൊണ്ടും കൊടുത്തും ജീവിച്ചപ്പോൾ, അവർക്ക് സൗകര്യങ്ങൾ ഉണ്ടായപ്പോൾ കുടുംബം എന്ന ഒരു സംവിധാനത്തെ കുറിച്ച് അവർ ചിന്തിച്ചു എന്നാണ്. അങ്ങനെയല്ല ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത്. മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ച് മനുഷ്യർക്ക് ആവശ്യമായ സംവിധാനങ്ങളൊക്കെ സൃഷ്ടിച്ച് എല്ലാ സൃഷ്ടിപ്പും പൂർത്തിയായപ്പോൾ റഹ്മ് കുടുംബ ബന്ധം എഴുന്നേറ്റ് നിന്നു. അതായത് അപ്പൊ തന്നെ ഉണ്ട് കുടുംബ ബന്ധം. ആ കുടുംബ ബന്ധം എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അള്ളാഹുവേ എനിക്ക് വേണ്ടി ഞാൻ എന്ന സംവിധാനം ലോകത്ത് നിലനിൽക്കുവാൻ വേണ്ടി എന്ത് നിയമങ്ങളാണ് റബ്ബേ നീ നിശ്ചയിച്ചിട്ടുള്ളത്? എളുപ്പല്ല. ഒരു കുടുംബം നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. സാധാരണ ചോദിക്കാറില്ലേ, ഒരു ഗ്ലാസ് ചായക്ക് വേണ്ടി ആരെങ്കിലും തേയിലത്തോട്ടം വിലക്ക് വാങ്ങണോ എന്ന് ചോദിക്കാറുണ്ട്. കുടുംബത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ഇത്തിരി നേരത്തെ സുഖത്തിന് വേണ്ടി എന്തിന് ജീവിതത്തെ പണയപ്പെടുത്തി ഒരു കുടുംബ ബന്ധം ഉണ്ടാക്കണമെന്ന് ആധുനികരായ ചിലരൊക്കെ കുറച്ചു മുമ്പ് ചോദിച്ചിരുന്നു. വിവാഹത്തെയും വിവാഹ ബന്ധങ്ങളെയും അവർ പരിഹസിച്ചിരുന്നു. പാറി നടക്കും വണ്ടുകളൊന്നും വേളി കഴിക്കാറില്ല എന്ന് പറഞ്ഞതുപോലെ വിരിഞ്ഞു നിൽക്കുന്ന ഏതൊരു പൂവിലേക്കും ഒരു വണ്ടിന് കയറി ചെല്ലാൻ അധികാരമുള്ളതുപോലെ, തേന് കുടിക്കാൻ അധികാരമുള്ളതുപോലെ ഏതൊരു പെണ്ണിനും ഏതൊരാണിനും എവിടെ വെച്ചും എപ്പോഴും ബന്ധങ്ങളുടെ മതിൽക്കെട്ടുകളില്ലാതെ അവർക്ക് ബന്ധപ്പെടാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ ഒരു കാലം ലോകത്തുണ്ടായിരുന്നു. ആ തലമുറ മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല അവരെ കൊണ്ട് ബോർഡ് വെപ്പിച്ചു. ആശുപത്രി കോമ്പൗണ്ടുകളിലും പട്ടണങ്ങളിലുമൊക്കെ എന്താ ബോർഡ് തരങ്ങൾ? നിങ്ങളുടെ ജീവിതത്തിലെ ലൈംഗിക ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ മാത്രം ഒതുക്കുക. പങ്കാളിയുടെ ആവശ്യമില്ല. വിരിഞ്ഞിരിക്കുന്ന പൂവ് പോലെ ഏത് പൂവിലേക്കും കയറി ചെല്ലാം എന്ന് പറഞ്ഞവരാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏക പങ്കാളിയിലേക്ക് നിങ്ങൾ ഒതുങ്ങുക എന്ന് ബോർഡ് വെച്ചത്. എന്തേ കാരണം? അള്ളാഹു അവരെ പഠിപ്പിച്ചു. മഹാമാരി പോലെ പെയ്തിറങ്ങിയ എയ്ഡ്സ് പോലെയുള്ള മാരക രോഗങ്ങളിൽ മനുഷ്യന്മാർ തരിച്ചുപോയി അല്ലേ? അപ്പോ കുടുംബം എന്ന സംവിധാനം അല്ലാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കിയതാണ്. അത് മനുഷ്യൻ ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ അവന് നന്നായി തോന്നിയപ്പോ അവൻ ഉണ്ടാക്കിയ ഒരു ഏർപ്പാടല്ല. പണ്ട് മനുഷ്യന്മാർ പച്ചിറച്ചി തിന്നത്രേ, പച്ചിറച്ചി. അങ്ങനെ പച്ചിറച്ചി തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കാട്ടിൽ കാട്ടുതീ ഉണ്ടായത്. കാട്ടുതീ ഉണ്ടായപ്പോ കുറെ ജീവികൾ കാട്ടുതീയിൽ പെട്ട് മരിച്ചുന്നാ. അപ്പൊ ആ ചത്ത ജീവികളുടെ മാംസം തിന്നപ്പോ ടേസ്റ്റ് കൂടിയത്രേ. അന്ന് മുതൽ മനുഷ്യന്മാർ ഇറച്ചി വേവിച്ച് തിന്നാൻ തുടങ്ങിയതാണ് കഥ. അതേപോലെ കടന്നു വന്നതല്ല കുടുംബ ബന്ധം എന്നർത്ഥം. കുടുംബ ബന്ധം എന്ന സംവിധാനം, കുടുംബം എന്ന സംവിധാനം അല്ലാഹു തആല ലോകത്തിന് വേണ്ടി നിശ്ചയിച്ചതാണ് എന്നർത്ഥം.